ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ ജയിലിലാക്കുമെന്ന് തിരുവനന്തപുരത്ത് BJP നടത്തിയ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है. मंदिर में से भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. കേരളത്തിൽ ഇരുമുന്നണികളെയും കടന്നാക്രമിച്ചും ഇനി കേരളം BJPയുടെ കയ്യിൽ വരുമെന്ന് പ്രഖ്യാപിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി നടത്തി കേരളത്തെ നശിപ്പിച്ച LDF UDF മുന്നണികളെ തൂത്തെറിയണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മാറാത്തത് ഇനി മാറുമെന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പ്രധാനമന്ത്രി മലയാളത്തിൽ അവതരിപ്പിച്ചു. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. I extend my full support to make Thiruvananthapuram one of the best cities of India. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നില്ല എന്ന് PM ശ്രീ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ വിമർശനം. അതേസമയം വികസന പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. പുത്തരിക്കണ്ട മൈതാനിയിലെ പരിപാടിയുടെ വിശദാംശങ്ങൾ ഒപ്പം അലക്സ് മുഹമ്മദും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് തുടക്കം കുറിക്കുന്ന പ്രചാരണ പരിപാടി അതുതന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ പുത്തരിക്കണ്ടത്തെ പ്രസംഗത്തിൽ മുഴുവൻ കണ്ടത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നോട്ട് പോകാൻ ഊർജം പകരുന്ന തരത്തിൽ ചില വികസന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ കേട്ടത്. അതിവേഗ റെയിൽ ഉൾപ്പെടെ, തിരുവനന്തപുരത്തെ മെട്രോ ഉൾപ്പെടെയൊക്കെ കേട്ടിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. നഗരവികസനത്തിന് കേന്ദ്രം ഒപ്പമുണ്ട് എന്ന ഒരു ഒരു നിലപാട് പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടുള്ള രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അല്ലേ? വിജയകുമാർ, കേവലം രാഷ്ട്രീയ പ്രസംഗത്തിനൊപ്പം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യമായ വികസന പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത്. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP പിടിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തെ രാജ്യത്തിന് ആകെ മാതൃകയായ ഒരു നഗരമായി മാറ്റണം, അതിനുള്ള എല്ലാ പിന്തുണയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന പ്രഖ്യാപനം മാത്രമേ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് അദ്ദേഹം രാഷ്ട്രീയമായ ചില വിമർശനങ്ങളും കടന്നാക്രമണങ്ങളും നടത്താനാണ് ഈ വേദിയും പ്രസംഗവും ഉപയോഗിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്ന് ഏറ്റവും ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ലോകമെങ്ങും ആരാധകരുള്ള, വിശ്വാസികളുള്ള ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർന്നിരിക്കുന്നു. ഈ കവർച്ചക്കാരെ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ജയിലിലടയ്ക്കും. അത് തൻ്റെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ തിരുവനന്തപുരത്തെ നഗരസഭയിലെ വിജയം BJPയുടെ കേരളത്തിലെ ആകെയുള്ള വിജയത്തിൻ്റെ നാന്ദി കുറിക്കലാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതിനായി ഗുജറാത്തിൻ്റെ മാതൃക അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. 1987 മുമ്പ് ഗുജറാത്തിൽ BJP ഒരു അജയ്യ ശക്തിയൊന്നും ആയിരുന്നില്ല. അവിടെ കേവലം 2 MPമാർ മാത്രമാണ് അക്കാലത്തുണ്ടായിരുന്നത്. എന്നാൽ 87 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണം പിടിച്ചതോടെ പിന്നീട് അങ്ങോട്ട് BJPയുടെ ജൈത്രയാത്രയാണ് ഗുജറാത്തിൽ കണ്ടത്. അതേ മാതൃകയിൽ കേരളവും മാറാത്തത് മാറും. വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ BJPയെ അധികാരത്തിലെത്തണമെന്ന് അദ്ദേഹം പലതവണ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. വിജയകുമാർ.
ശ്രീജിത്ത്, ഇവിടെ നേരത്തെ BJP തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞത് പ്രധാനമന്ത്രി നേരിട്ടെത്തി നഗരവികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും. ഇതാ പ്രധാനമന്ത്രി സന്ദർശനത്തിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോവുകയാണ്. വളരെ ഹ്രസ്വമായ സന്ദർശനമായിരുന്നു. പൊതുപരിപാടി, ഒരു റെയിൽവേയുടെ പൊതുപരിപാടിയിലും ഒപ്പം BJPയുടെ പൊതുപരിപാടിയിലും, വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിലും മാത്രമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലാണ് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിക്ക് പരിപാടിയുള്ളത്. ശ്രീജിത്തിലേക്ക് ഞാൻ വരാം. അലക്സ് റാം മുഹമ്മദ് വിമാനത്താവളത്തിന് പുറത്തുണ്ട്. അലക്സ്, വലിയ റോഡ് ഷോയോടെയാണ് പുത്തരിക്കണ്ടത്തേക്ക് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ മടങ്ങുകയാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയതിന് ശേഷം അല്ലേ, നേതാക്കളും പ്രവർത്തകരും വിവിധ ജില്ലകളിൽ നിന്നൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കാൻ. എന്താണ് BJP പ്രവർത്തകരുടെ ഒരു ആവേശത്തിന്റെ കാഴ്ചകൾ അലക്സ്? വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം, അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം 2-2.25 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങി. ഞാൻ നിൽക്കുന്നത് തകരപ്പറമ്പ് ഫ്ലൈ ഓവറിനടുത്താണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം ഏത് വഴിയാണോ അദ്ദേഹം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയ വഴി വന്നത്, ആ വഴി തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാൻ പോലും BJP പ്രവർത്തകർ റോഡിന്റെ ഇരുവശവും വന്ന് അണിനിരന്നിരുന്നു എന്നുള്ളതാണ് ആ കാഴ്ച. അവർ മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്രയാക്കി. പ്രധാനമന്ത്രിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതായത് ഇനി തമിഴ്നാട്ടിലേക്കാണ് അദ്ദേഹം പോവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്നായിരുന്നു BJPയുടെ പ്രഖ്യാപനം. ഒപ്പം കേരള വികസനത്തിന് പ്രധാനപ്പെട്ട വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം നടത്തി. അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന LDF UDF സർക്കാരിനെ അദ്ദേഹം കടന്നാക്രമിക്കുന്നു. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു. BJP അധികാരത്തിലെത്തിയാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കും, അവരെ തുറങ്കിലടയ്ക്കുമെന്ന ഗ്യാരണ്ടിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം നൽകിയാണ് അദ്ദേഹം കടന്നുപോയത്. ബാക്കി അദ്ദേഹം NDA സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ പറ്റി ജനങ്ങളോട് പറയുന്നതാണ് കണ്ടത്. തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പുത്തരിക്കണ്ടത്ത് തന്നെ വേറെ വേദിയിൽ, പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് BJPയുടെ ഈ പരിപാടി നടന്നത്. ഈ നിൽക്കുന്ന റോഡിൽ നോക്കുക, ഇരുവശവും ഇപ്പോഴും പ്രവർത്തകർ കടന്നു പോവുകയാണ്. അതായത് പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രധാനമന്ത്രി യാത്രയച്ചതിനു ശേഷം മടങ്ങുന്ന പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം വിമാനത്താവളത്തിലെ പ്രത്യേക വിമാനത്താവളത്തിൽ അവിടേക്ക് എത്തും. അതായത് വ്യോമസേനയുടെ വിമാനത്താവളത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം യാത്രയാകും. എന്താണെങ്കിലും മിഷൻ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു. മിഷൻ കേരള ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം അത് കേരളം പിടിച്ചടക്കാനുള്ള വിജയമായി കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം നിവാസികൾക്കടക്കം നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. BJP പ്രവർത്തകരടക്കം വലിയ ആവേശത്തിലാണ് ഈ ഘട്ടത്തിലും. വിജയകുമാർ. യെസ്, പ്രധാനമന്ത്രി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കാണ് ഇനി പോകുന്നത്. തമിഴ്നാട്ടിലാണ് ഉച്ചയ്ക്ക് ശേഷം BJPയുടെ പൊതുസമ്മേളനം നടക്കുന്ന. പ്രധാനമന്ത്രി അവിടെ പ്രസംഗിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന സന്ദർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർശനത്തെ പറയാം. ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും പ്രധാനമന്ത്രി എന്നതാണ് BJP കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉയർത്തിയ മുദ്രാവാക്യം. പ്രധാനമന്ത്രി വന്നു 28ാം ദിവസം. പക്ഷെ അപ്പോഴും ഈ നഗരവികസനത്തിന് എന്താണ് ഒരു കാഴ്ചപ്പാട്, അതിൽ കേന്ദ്രത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു നയരേഖ, ഏതെങ്കിലും ഒരു പദ്ധതി രേഖ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്ന് ഇന്നലെ മേയർ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് കരുതി അതിവേഗ റെയിലും ഒക്കെ അതിന്റെ ഭാഗമായി പറഞ്ഞു കേട്ടിരുന്നു ഇന്നലെ വൈകിട്ടും. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് അതെന്തുകൊണ്ടായിരിക്കാം അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് പോകാതിരുന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ,
തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു വികസന രേഖ നഗരസഭ തയ്യാറാക്കിയിരുന്നു. അത് 15 ദിവസം കൊണ്ട് തയ്യാറാക്കിയതാണ്. അത് പൂർണ്ണമല്ല, സമഗ്രമല്ല എന്ന കാര്യം മേയർ വി രാജേഷ് ഈ വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വികസന രേഖ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ആ കൈമാറിയ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുമെന്ന കാര്യം നഗരസഭയും വിദൂരമായെങ്കിലും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു പ്രതീക്ഷയ്ക്ക് ഫലം കാണുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പ്രധാനമന്ത്രിയിൽ നിന്ന് ഇവിടെ ഉണ്ടായില്ല. പകരം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ രാജ്യത്തിനാകെ മാതൃകയാക്കി മാറ്റുന്ന ഒരു നഗരമാക്കി വളർത്തണം, അതിന് തൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഇപ്പോൾ BJP നേതാക്കളുമായി നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ നഗരസഭ ഇപ്പോൾ തയ്യാറാക്കിയ രേഖ സമഗ്രമല്ല. ഇനി ഫെബ്രുവരിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുൻകൈയിൽ ഒരു വിശദമായ കോൺക്ലേവ് തിരുവനന്തപുരം നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ആ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും കൂടി സമാഹരിച്ച് അത് ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്ക് ഡൽഹിയിലെത്തി നഗരസഭാ ഭരണ നേതൃത്വം കൈമാറും. അങ്ങനെ കൈമാറുന്ന വികസന രേഖ അനുസരിച്ചായിരിക്കും മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും പിന്തുണ ഏത് തരത്തിലാണ് എന്ന കാര്യം വ്യക്തമാവുക എന്നാണ് നമുക്ക് BJP നേതാക്കളുടെ ഇപ്പോഴത്തെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇവിടെ അവരെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ വികസന നിലപാടുകളോ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചില്ല എന്നതാണ് വസ്തുത. ശ്രീജിത്ത്, അപ്പോഴും ശബരിമല BJPയുടെയും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കും. സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം കേന്ദ്രം നൽകിയ വികസന പദ്ധതികൾ വിഴിഞ്ഞത്തെ നേട്ടങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. PM ശ്രീ നടപ്പാക്കാത്തത് കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സമീപനമാണെന്ന് പറയുന്നു. ബംഗാളും ത്രിപുരയും ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെ അവരധികാരത്തിൽ നിന്ന് പോയ ഒരിടത്തും പിന്നീട് തിരികെ വന്നിട്ടില്ല എന്ന കടുത്ത രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് എന്നതാണ് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമായി മോദി ഉയർത്തിയത്. അപ്പോൾ രാഷ്ട്രീയ പ്രസംഗം ഹൈ വോൾട്ടേജിൽ ഈ പുത്തരിക്കണ്ടത്തെ വേദിയിൽ കേട്ടത് തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്താൻ പോകുന്ന ഏതൊക്കെ വിഷയങ്ങളായിരിക്കും എന്നതിൻ്റെ ഏറ്റവും ആദ്യ സൂചനകളായിരുന്നു അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ ഉച്ചവെയിലിനും ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് BJP പ്രവർത്തകരെ ആവേശത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അത് കേന്ദ്ര പദ്ധതികളോട് സംസ്ഥാനത്തെ LDF സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്ന വിമർശനമുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുണ്ട്, PM ശ്രീ പദ്ധതിയോടുള്ള എതിർക്കുന്ന നയമുണ്ട്. അങ്ങനെ വികസന പദ്ധതികളോട് പൊതുവിൽ LDF ഗവൺമെൻറ് പുലർത്തുന്ന നിഷേധാത്മക സമീപനമുണ്ട്. ഇതെല്ലാം എണ്ണി പറയുന്നതായിരുന്നു BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് ഒരു നാടിൻ്റെ വികസനത്തെ സ്വാധീനിക്കുക എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി പ്രധാനമന്ത്രി എടുത്തു കാട്ടിയത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് 6 മാസത്തേക്ക് തന്നെ അവിടെ നൂറുകണക്കിന് വലിയ മദർഷിപ്പുകൾ വന്നു എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ LDF സർക്കാരിന് ശ്രദ്ധയില്ല. കോൺഗ്രസിനും വികസനം എന്നത് അവരുടെ അജണ്ടയിലില്ല. മറിച്ച് മാവോയിസ്റ്റുകളും അപ്പോൾ തന്നെ മുസ്ലിം ലീഗുമായും അത്തരം വിഘടനവാദികളുമായുള്ള കൂട്ടുകെട്ടാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അവർക്ക് മുന്നിൽ ഒരു വികസന അജണ്ടയില്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അത്തരത്തിൽ LDFനെയും UDFനെയും വിമർശിക്കുകയും അതിന് ബദലായി കേരളത്തിലൊരു വികസന മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് BJPക്ക് കഴിയൂ. അതിനുള്ള ശരിയായ അവസരമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വളരെ ഹ്രസ്വമായ കേരള സന്ദർശനമായിരുന്നു. BJP സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലും ഒപ്പം വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം തമിഴ്നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. അതിവേഗ റെയിൽ ഉൾപ്പെടെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കേരളം വൻകിട പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്നു. അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് BJP കേന്ദ്രങ്ങളടക്കം നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ആ പ്രഖ്യാപനം ഉണ്ടായില്ല. തിരുവനന്തപുരം നഗരവികസനത്തിൻ്റെ ഒരു വികസന രേഖ, ഒരു നയരേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് നേരത്തെ BJP നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അത്തരം ഒരു നയരേഖ അത് വൈകും, അതിൻ്റെ പഠനം തുടരുന്നതേ ഉള്ളൂ, അതിൻ്റെ വിവിധ ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ എന്ന് മേയർ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോഴും നഗരവികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ അത്തരം പദ്ധതി പ്രഖ്യാപനങ്ങൾ, വലിയ പദ്ധതികളും തിരുവനന്തപുരത്തിന് മാത്രമുള്ള പദ്ധതികളും വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ല. രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJP ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കും എന്നതിൻ്റെ സൂചന. ത്രിപുരയും ബംഗാളും ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണിയെ വിമർശിച്ചു.
മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കൂട്ടുകെട്ടാണ് കോൺഗ്രസിൻ്റേത് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ UDF-നെ കടന്നാക്രമിച്ചു. BJP ആണ് ഇനി വികസനം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മാതൃകകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ മറുപടി. ശബരിമല വിഷയത്തിൽ സ്വർണം കട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവരെ ജയിലിൽ അടയ്ക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന പ്രധാനമന്ത്രിയുടെ പതിവ് ശൈലിയിലുള്ള പ്രസംഗം. അതാണ് നമ്മൾ പുത്തരിക്കണ്ടത്ത് കേട്ടത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നാണ് ഷഫീദ് ചേരുന്നത്. ഷഫീദ്, പ്രധാനമന്ത്രി മടങ്ങിയോ ചെന്നൈയിലേക്ക്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തും. നമുക്കറിയാം, ഒരു ഹ്രസ്വ സന്ദർശനമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലടക്കം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരം പിടിച്ചെടുത്ത ശേഷമുള്ള ആദ്യ സന്ദർശനം എന്നൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന നയരേഖാ പ്രഖ്യാപനമോ അതല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളോ ഇല്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായത്. പ്രത്യേകിച്ച് ഒന്ന് അതിവേഗ റെയിൽ, രണ്ടാമത്തേത് തിരുവനന്തപുരം നഗരത്തെ വികസന നഗരമാക്കി തുറമുഖ നഗരമാക്കി പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ആദ്യ വേദിയിൽ അദ്ദേഹം നേരത്തെ ഷെഡ്യൂൾ ചെയ്ത റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഫ്ലാഗ് ഓഫും പ്രഖ്യാപനങ്ങളും ഉണ്ടായി. രണ്ടാമത്തെ പൊളിറ്റിക്കൽ വേദിയിൽ, അതായത് രാഷ്ട്രീയ വേദിയിലും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെയും അതേപോലെ തന്നെ ഇടതു വലത് സഖ്യങ്ങളെയും ഒക്കെ വിമർശിച്ചതല്ലാതെ മറ്റേതെങ്കിലും വികസന പ്രഖ്യാപനത്തിലേക്ക് പോയില്ല. പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മറ്റ് വികസന പദ്ധതികൾ അത് മുൻനിർത്തിക്കൊണ്ട് അത് കേരളത്തിലടക്കം നടപ്പിലാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അക്കാര്യത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ കേരളം സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് കേട്ടു. കേരളത്തിൽ കഴിഞ്ഞ 3-4 മാസമായി ചർച്ചയാകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. BJP അധികാരത്തിലെത്തിയാൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ തുറങ്കിലടയ്ക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ വേദിയിൽ നടത്തി. പകരം ഇടതുപക്ഷത്തെ മാത്രമല്ല കോൺഗ്രസിനെയും അദ്ദേഹം കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടു. വികസനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാര വഴിയിലേക്ക് BJP എത്തിക്കേണ്ടതിന് ആവശ്യകത അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും പറയുന്നതും ജനങ്ങളിലേക്ക് ആവേശം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് മറിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് സഹായകരമാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളോ വലിയ പ്രഖ്യാപനങ്ങളോ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളോ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞ രണ്ടു വേദിയിലെയും പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലെത്തും. അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. 10:24 പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിനു ശേഷം റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആദ്യം ഈ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിൽ നിന്ന് പുത്തരിക്കണ്ട മൈതാനത്തേക്കായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് വരുന്നതാണ്. ആദ്യം സുരക്ഷാ വാഹനങ്ങൾ എത്തുന്നു, പിന്നാലെ പ്രധാനമന്ത്രിയുള്ള അദ്ദേഹത്തിന്റെ വാഹനം എത്തുന്നു. SPG സുരക്ഷയോടുകൂടി പ്രധാനമന്ത്രി മടങ്ങുകയാണ്. ഏറിപ്പോയാൽ ഒരു 2.25 മണിക്കൂർ മാത്രം സമയം കേരളത്തിൽ. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ മടക്കയാത്ര അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്നുണ്ടാകും. തമിഴ്നാട്ടിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന് ഇനി തമിഴ്നാട്ടിലാണ് പൊതുപരിപാടികൾ ഉള്ളത്. കേരളം ഒപ്പം തമിഴ്നാടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന 2 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയൊക്കെ ഒരുപക്ഷെ തുടർച്ചയായി സന്ദർശനങ്ങൾ നടത്തിയേക്കാം. അതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ഒരു പൊതുസമ്മേളനം എന്ന നിലയിൽ കൂടി വിലയിരുത്താം. ഒരു ഹൈ വോൾട്ടേജ് ഒരു ക്യാമ്പയിൻ സ്പീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെ പറയാം. രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. LDF-നും UDF-നും വലിയ രാഷ്ട്രീയ വിമർശനം, കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനം താല്പര്യം കാണിക്കുന്നില്ല. PM ശ്രീ ചൂണ്ടിക്കാട്ടി. നമുക്ക് PM ശ്രീ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ വലിയ ചർച്ചയായതാണ്. PM ശ്രീ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി ആ വിമർശനം ഉന്നയിച്ചത്. വിഴിഞ്ഞം ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തെപ്പറ്റി പ്രധാനമന്ത്രി വാചാലനാവുകയും ചെയ്തു ആ വേദിയിൽ. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ആ വാഹനവ്യൂഹം പൂർണ്ണമായും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന മറ്റ് സുരക്ഷാ വാഹന വ്യൂഹങ്ങളാണ്. എന്തായാലും അല്പസമയത്തുള്ള അദ്ദേഹത്തിന്റെ വിമാനം, അതായത് എയർഫോഴ്സ് എയർക്രാഫ്റ്റ് 1, അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരും. നേരെ പോവുക തമിഴ്നാട്ടിലേക്കായിരിക്കും. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം, ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിന്റെ തുടക്കം എന്ന രീതിയിൽ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് BJPയെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിജയങ്ങൾ, തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറിയതിൻ്റെ ആത്മവിശ്വാസം അതടക്കം BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ടമെന്ന രീതിയിൽ പ്രവർത്തകരെ അടക്കം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുത്തരിക്കണ്ടത്തെ രാഷ്ട്രീയ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദിൽ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുത്ത് തുടങ്ങി, ഗുജറാത്തിൽ അധികാരമേറിയത് മുതൽ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചടി അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാതെ കേന്ദ്ര പദ്ധതികളോട് കേരളം മുഖം തിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ വേദിയിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ സർവത്ര പൊളിറ്റിക്കലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ വേദിയിൽ പറഞ്ഞ അത്രയുമുള്ള കാര്യങ്ങൾ. കേരളത്തിൽ സമ്പൂർണ്ണ അഴിമതി, സമ്പൂർണ്ണ വർഗീയവൽക്കരണം, ഉത്തരവാദിത്തമില്ലായ്മ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. LDFനും UDFനും ഒരു ആവാസ വ്യവസ്ഥ അതിനപ്പുറത്തേക്ക് കേരളം പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ബദലുണ്ട്, അത് NDA ആണ്. ആ NDAക്ക് നിങ്ങൾ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണക്കാരന്റെ ശത്രുവായി മാറി LDFന് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള കാര്യം നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ കണ്ടു. LDF ഭരണത്തിൽ ബാങ്കുകൾ പോലും സുരക്ഷിതമല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കണ്ടു. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, ഭഗവാന്റെ സ്വർണം വരെ കട്ടു, ശബരിമല അത് കട്ടവരെ BJP വന്നാൽ ജയിലിലടയ്ക്കുമെന്ന് പറയുന്നു. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസും കണക്കറ്റ രീതിയിൽ അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസിന് വികസന അജണ്ടയില്ല, മാവോവാദികളും അതേപോലെ മുസ്ലിം ലീഗുമായുള്ള ചെങ്ങാത്തം, അത് MMC എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ വക്താക്കളായി കോൺഗ്രസ് മാറി എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ വിമർശനം അതിന്ന് പ്രധാനമന്ത്രി BJP പ്രവർത്തകരോട് ഇന്ന് പുത്തരിക്കണ്ടത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. BJPക്ക് കൃത്യമായ മേധാവിത്വമുള്ള ജനവിധി നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഇതാണ് ശരിയായ സമയമെന്നും ഇതാണ് ശരിയായ അവസരമെന്നും പറഞ്ഞാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പുത്തരിക്കണ്ടത്തെ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിൽ ആത്മവിശ്വാസം BJP പ്രവർത്തകർക്ക് നൽകുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത. അതേസമയം നേരത്തെ BJP നേതാക്കളടക്കം പറഞ്ഞതുപോലെ തന്നെ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന നയരേഖ അതടക്കമുള്ള കാര്യങ്ങളിലില്ല. അതിന് തൊട്ടു മുൻപ് അതേ വേദിയിൽ തന്നെ BJPയുടെ തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് തന്നെ പറഞ്ഞു, വികസന നയരേഖ സംബന്ധിച്ച് വികസന കോൺക്ലേവ് ഒക്കെ ചർച്ച ചെയ്ത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കണ്ട ശേഷം അക്കാര്യത്തിൽ തീരുമാനമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ അടിമുടി പൊളിറ്റിക്കലായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ വരവിൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിൽ മേയറെ ഒഴിവാക്കിയെന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ പ്രധാനമായും ചർച്ചയായത്. പക്ഷേ ഇന്നത്തെ വേദിയിൽ, പുത്തരിക്കണ്ടത്തെ വേദിയിൽ VV രാജേഷിനെ ചേർത്തു പിടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കാര്യമായി പ്രാധാന്യം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി നമ്മൾ കണ്ടു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വിജയകുമാർ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് തുടക്കം കുറിക്കുന്ന, പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയത്. അതിൽ കേരളത്തിലെ സമീപകാല ചർച്ചാ വിഷയങ്ങളായ എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ മേഖലകളാണ് എന്നതിൻ്റെ സൂചന കൂടി ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അക്കാര്യത്തിൽ BJP മോദി ഒരു ഗ്യാരണ്ടി നൽകുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ആദ്യം അവതരിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. തൃശ്ശൂരിലെ പൊതുസമ്മേളനത്തിലായിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ മുദ്രാവാക്യം, രാഷ്ട്രീയ മുദ്രാവാക്യം ആദ്യം പ്രധാനമന്ത്രി ഉയർത്തുകയും ചെയ്തത്. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഉയർന്നു കേട്ടു. ഇത്തവണയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായിരിക്കുമെന്ന സൂചന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം ഒപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. പിന്നാലെ റോഡ് ഷോയായി പുത്തരിക്കണ്ടം വേദിയിലേക്ക്. വേദിയിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന പ്രധാനമന്ത്രി. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ പലതവണ പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. सुहृतगढ़े विकसित भारत बनाने के लिए आज
पूरा देश एकजुट होकर प्रयास कर रहा है। विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है। മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞു. കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി. This is a cherished moment of satisfaction to the state government, as we have been consistently seeking the union government's green signal for many of these projects. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. 1 PM ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം അനുവദിച്ചത്. ഇതോടെ മുരാരി ബാബുവിന് ജയിലിന് പുറത്തിറങ്ങാം. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, 2 കേസിലും ജാമ്യം കിട്ടിയിരിക്കുന്നു. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകിയിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രതിക്ക് ജയിൽ മോചിതനാകാൻ കഴിയുന്നു എന്നൊരവസ്ഥയുണ്ട് ഈ 2 കേസുകളിലും. അറസ്റ്റിലായ ശേഷം ആദ്യമായി ഈ കേസിൽ ജയിൽ മോചിതനാകുന്നതും മുരാരി ബാബു തന്നെയാണ്. ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഈ മുരാരി ബാബു ജയിലിൽ നിന്നിറങ്ങുമോ? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ മുരാരി ബാബുവിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. കാരണം അല്പസമയത്തിനകം തന്നെ കോടതിയുടെ വിധി അതിന്റെ പൂർണ്ണമായ പകർപ്പ് പുറത്തു വരും. ഈ വിധിയുടെ പകർപ്പ് പുറത്തു വന്നാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതേയുള്ളൂ. സ്പെഷ്യൽ ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനായി അഭിഭാഷകനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത 2 കേസിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പമോഷണ കേസിലുമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ 2 കേസിലും ഒരേ സമയം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞില്ല. ഇത് വലിയ തിരിച്ചടിയായി മാറിയതോടെയാണ് SIT ഇത് ഭാഗികമായി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം നടത്തി. പക്ഷേ അതും സമർപ്പിക്കപ്പെട്ടില്ല. ഇതേ തുടർന്നാണ് മുരാരി ബാബുവും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ളവർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ദ്വാരപാലക ശില്പക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് മുരാരി ബാബു 2 കേസിലും തനിക്ക് 90 ദിവസം പൂർത്തിയായെന്നും തനിക്കും സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ടെന്നും കാട്ടി കോടതിയെ സമീപിക്കുകയും വാദപ്രതിവാദത്തിനൊടുവിൽ കോടതി ഇപ്പോൾ സ്വാഭാവിക ജാമ്യം മുരാരി ബാബുവിനെ അനുവദിക്കുകയും ചെയ്തത്. SIT സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാന പ്രതിയാണ് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമാണ് SIT തന്നെ കോടതിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന വിവരം. ആ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുകയും അതിൽ മുരാരി ബാബു ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും വരുന്ന ആഴ്ചയും കൂടുതൽ പ്രതികൾ ഇതേ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. SITയെ സംബന്ധിച്ച് ഇനിയും 20 ദിവസത്തിലധികം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിവരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. യെസ്, അതൊരു വലിയ പ്രശ്നം തന്നെയാണ് SITയെ സംബന്ധിച്ച്. ഇതിലെ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുത്തു എന്ന് SIT നേരത്തെ FIRലും സൂചിപ്പിച്ച, കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ച പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ ജാമ്യം കിട്ടി. കട്ടിളപ്പാളി കേസിലും പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഈ സാങ്കേതിക കാരണം പറഞ്ഞ് വേണമെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. എങ്ങനെ SITക്ക് തടയാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ മുരാരി ബാബു 2 കേസിലും ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനാവുകയാണ്. അരുൺ പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ടല്ലേ നാളെ അത് സംഭവിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലും 1 കേസ് ബാക്കിയുണ്ട്. അതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. സാങ്കേതികത്വമാണ്. SITയുടെ നിലപാട് എന്താണ്? എങ്ങനെ ഈ മറ്റു പ്രതികൾ പുറത്തിറങ്ങുന്നത് തടയാൻ കഴിയും? കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ SITയുടെ നീക്കങ്ങൾ? വിജയകുമാർ, ഇതുവരെയും SIT ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് VSSCയിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരശേഖരണം ആവശ്യമാണ് എന്ന് ഹൈക്കോടതിയിൽ തന്നെ കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ SIT അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സ്വാഭാവിക ജാമ്യം എന്നുള്ളത് SIT പ്രതീക്ഷിച്ചതുമാണ്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചു. അത് 90 ദിവസം കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള സ്വാഭാവിക രീതി അത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മുരാരി ബാബു, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് മുരാരി ബാബുവിന്റെ. കേസിൽ മുരാരി
ബാബുവിന്റെ പങ്ക് വളരെ വ്യക്തമാണെന്നായിരുന്നു അന്ന് റിമാൻഡ് റിപ്പോർട്ടിലും കോടതിയിൽ കൊടുത്ത മറ്റ് റിപ്പോർട്ടുകളിലും ഒക്കെ SIT പറഞ്ഞിരുന്നത്. അതായത് 2019 മുതൽ 2024 വരെയുള്ള ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുവന്നതിലെ ഗൂഢാലോചനയിലടക്കം പ്രധാന കണ്ണി മുരാരി ബാബു എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും സ്വർണം പൊതിഞ്ഞത് എന്നതിന് പകരം ചെമ്പ് പൊതിഞ്ഞത് എന്നാക്കിയത്. വ്യാജരേഖ ചമച്ചതിന്റെ തുടക്കം മുരാരി ബാബുവിന്റെ കാലത്ത് എന്നായിരുന്നു അന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യം. പിന്നീട് ഇക്കാര്യത്തിലെ മുരാരി ബാബുവിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതുമാണ്. മുരാരി ബാബു പറഞ്ഞത് തന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ താൻ തുടർ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകി എന്നുള്ളത് മാത്രം എന്നുള്ളതായിരുന്നു. പക്ഷേ SIT പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുമായി നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. അതിന് പിന്നാലെ മുരാരി ബാബുവിന്റെ സ്വത്ത് വിവരങ്ങളടക്കം SIT സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ SITയെ സംബന്ധിച്ച് ഈ 2 കേസുകളിലും മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ഒരു കേസിൽ ലഭിച്ചതും ഒരുപക്ഷെ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടി സ്വർണ്ണക്കൊള്ളയിൽ നടക്കുക. അത് EDയുടെ അന്വേഷണമാണ്. ED റെയ്ഡ് ഈ പ്രതികളുടെ വീട്ടിൽ നടത്തിയിരുന്നു. ഇങ്ങനെ ജയിൽ മോചിതരാകുന്ന ആളുകളോട് ED ഇനി കാണിക്കാൻ പോകുന്ന സമീപനവും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ അത് നിർണായകമായി മാറും. വിജയകുമാർ. ശരി ഷഫീദ്, SIT പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇവർ പുറത്തിറങ്ങുമെന്ന്. കാരണം കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അത് തിരിച്ചടിയാണ് എന്നത് സാങ്കേതികമായി നോക്കിയാൽ അത് തിരിച്ചടി തന്നെയാണ്. പക്ഷെ അപ്പോഴും ED കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ED അടുത്ത നീക്കങ്ങൾ എന്തൊക്കെ നടത്തുമെന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ രാജും ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകിയത്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴിയും SITക്ക് ലഭിച്ചു. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കൊള്ളയിലെ ബന്ധം കണ്ഠരര് രാജീവര് ഭാഗികമായി സമ്മതിച്ചു. റിമാൻഡിലായ ശേഷം തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെയാണ് SIT ചോദ്യം ചെയ്തത്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇവയിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം തെളിവുകൾ നിരത്തിയായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ. പിന്നാലെയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വർണ്ണക്കൊള്ള അറിയാമായിരുന്നു എന്ന് കണ്ടെത്തിയത്. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചു. SITക്ക് ഇത് സംബന്ധിച്ച തെളിവുകളും മൊഴികളും ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഭാഗികമായി സ്വർണ്ണക്കൊള്ള സമ്മതിച്ചിട്ടുമുണ്ട്. 2019 തന്ത്രി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തന്ത്രിയുടെ സംസ്ഥാനത്തിന് പുറത്തെ സാമ്പത്തിക ഇടപാടുകളിലും സംശയങ്ങളുണ്ട്. ഇവയിൽ വിശദമായ തുടരന്വേഷണം നടത്താനാണ് തീരുമാനം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി 28-നാണ് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDFന് കുരുക്കായി കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. UDF കൺവീനർ അടൂർ പ്രകാശ് എംപിയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബംഗളൂരുവിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും ബംഗളൂരുവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും അടൂർ പ്രകാശ് സമ്മതിച്ചു. കരുതിക്കൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും പിന്നിൽ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് ഉപഹാരം സമ്മാനിക്കുന്ന ചിത്രത്തിലുണ്ട്. ബംഗളൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യവും ഒപ്പമുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദ്വാരപാലക ശില്പപാടികൾ ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. കൂടിക്കാഴ്ചയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതും അടൂർ പ്രകാശ് സ്ഥിരീകരിച്ചു. കൊള്ളസംഘത്തിലുള്ള ആളെന്ന് അറിഞ്ഞല്ല കൂടിക്കാഴ്ചയും വീട്ടിലെ സന്ദർശനമെന്നും അടൂർ പ്രകാശിന്റെ വിശദീകരണം. നേരത്തെ ഇയാൾ ഇവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. എൻ്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്, അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തനിക്കെതിരെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും അടൂർ പ്രകാശ്. കോൺഗ്രസിനുള്ളിലെ ആളുകളുമാകാം ഇതിന് പിന്നിൽ. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഫോട്ടോ എടുത്ത് എല്ലാവരും പ്രതികളാകുമോ എന്നാണ് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? ഇന്നലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോൺഗ്രസിന്റെ നിർണായക ചർച്ചകൾ ഉച്ചതിരിഞ്ഞ് 2:30 കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ AICC നേതൃത്വവുമായി ചർച്ച നടത്തും. ഈ മാസം അവസാനത്തോടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് KPCC ഹൈക്കമാൻഡ് ചർച്ച. MP-മാർ നിലവിൽ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്നും സംസ്ഥാന നേതൃത്വം. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗത്തെയും മത്സരിപ്പിക്കാനാണ് ധാരണ. സീറ്റുകൾ വച്ചുമാറുന്നതിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ വരും. സംസ്ഥാനത്ത് വച്ചുമാറേണ്ട മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കേണ്ട പേരുകളും പരിഗണനയിലുണ്ടെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒന്നും ആലോചിച്ചിട്ടില്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കണം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കണം. ഇന്നത്തെ യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കില്ല. തരൂർ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് KPCC അധ്യക്ഷനോട് ചോദിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, അന്ന് എനിക്കറിയില്ല. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കി ഫെബ്രുവരി ആദ്യവാരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. 24 ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മതേതരത്വത്തിന് തടസ്സം നിൽക്കുന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോകില്ല എന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത്, അതിപ്പോൾ അതിനുള്ള ബന്ധം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടായതാണ്. ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല, സഖ്യത്തിനൊന്നും വന്നിട്ടില്ല. അതിൽ ചില നീക്കുപോക്കുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കുകളാണ്. അത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. 1 PM ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം കിളിമാനൂരിൽ ധാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ സംഘം. ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ, വെഞ്ഞാറമൂട് CI ആസാദ് അബ്ദുൽ കലാം, പാങ്ങോട് CI ജിനേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, പോലീസ് ഇതിനോടകം പഴികേൽക്കുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തൊരു കേസാണിത്. ഈ പ്രതികളെപ്പറ്റി സൂചനകളില്ല, തമിഴ്നാട്ടിൽ ഒളിവിലാണെന്നൊക്കെ പറയുന്നു. അവരെ രക്ഷിക്കാൻ നടത്തിയ ഇടപെടലിന്റെ മുഴുവൻ വിവരങ്ങളും നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. പുതിയ സംഘം എന്തൊക്കെ നടപടികളിലേക്ക് കടക്കും? പ്രതികളുടെ അറസ്റ്റ് എപ്പോഴുണ്ടാകും? റീനു, അതാണല്ലോ ഏറ്റവും പ്രധാനം. വിജയകുമാർ, ഇക്കഴിഞ്ഞ 4-നാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വെച്ച അംബിക അതുപോലെ തന്നെ രജിത് ദമ്പതികളെ വാഹനമിടിക്കുന്നത്. 3-ാം ദിവസം അംബികയും അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത ദിവസം രജിത്തും മരണപ്പെട്ടു. രജിത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 24-ലൂടെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ പുറം ലോകത്ത് എത്തിച്ചത്. ഈ പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒത്തുകളിക്കുന്ന വാർത്ത പുറം ലോകത്ത് എത്തിക്കുകയും ചെയ്തു 24. ഇതിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും നടത്തിയത്. 2 പിഞ്ചു കുട്ടികളാണ് ഇവർക്കുള്ളത്. പക്ഷേ പോലീസ് വലിയ രീതിയിൽ ഒത്തുകളിക്കുന്ന ഒരു ശ്രമം. അന്ന് തന്നെ വർക്കല DYSP സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുമെന്നുള്ള ഉറപ്പൊക്കെ തന്നെ നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ ഒരു നെയ്യാറ്റിൻകര സ്വദേശിയെ പിടികൂടുകയും ചെയ്തു, ഈ പ്രതികളെ രക്ഷിച്ച. അതിനുശേഷം ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട ഈ ഒത്തുകളിച്ച് അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇടപെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി, അവിടുത്തെ SHO B ജയനെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഇതാ ഒരു പുതിയ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് വേണ്ടി. പക്ഷേ പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ, വെഞ്ഞാറമൂട് CI ആസാദ് അബ്ദുൽ കലാം, അതുപോലെ പാങ്ങോട് CI ജിനേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് ഇനി അന്വേഷിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ പ്രതികൾ, അതായത് ഒരാളെ അന്ന് പിടികൂടിയിരുന്നു, 2 സർക്കാർ ഉദ്യോഗസ്ഥരാണുള്ളത് ഈ ഥാർ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ മദ്യപിച്ച് മതോന്മത്തരായ ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറഞ്ഞത്. നാട്ടുകാർ ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അയാളെ പോലീസ് അന്ന് തന്നെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 പേരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ഇപ്പോഴും ഒളിവിലാണ്. എന്തായാലും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. വിജയകുമാർ, യെസ്, പുതിയ സംഘത്തെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഈ പ്രതികളെ പിടികൂടും. തമിഴ്നാട്ടിലും മറ്റു ഒളിവിലാണ് എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി പറയുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടാവുകയും പ്രതികളെ രക്ഷപ്പെടാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള ആരോപണം പോലീസ് നേരിട്ട ഒരു കേസാണ്. ഉടൻ ആ പ്രതികളിലേക്ക് അന്വേഷണ സംഘം, പുതിയ സംഘം എത്തുമെന്ന് നമുക്ക് കരുതാം. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. NDA പ്രവേശനത്തെ ചൊല്ലി 2020-ൽ പൊട്ടിത്തെറി. എറണാകുളത്ത് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേരും.
ആശയപരമായി തീരുമാനമെടുക്കുമ്പോൾ 1-2% പോയെന്ന് വരും എന്നും അത് പാർട്ടിയെ ബാധിക്കില്ല എന്നുമാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ പ്രതികരണം. NDAയുടെ ഭാഗമാകാനുള്ള 2020 തീരുമാനത്തിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തി പുകഞ്ഞു പുറത്തേക്ക് വരികയാണ്. ഒരു കൂടിയാലോചനയുമില്ലാതെ സാബു എം ജേക്കബ് എടുത്ത തീരുമാനമെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. BJPയുമായി യോജിക്കാൻ കഴിയില്ലെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് 2020 വിടും. എന്നാൽ ഇതിനോട് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ പ്രതികരണം ഇങ്ങനെ: ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കും, 1%, 2% ഒക്കെ പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ 2020 ബാധിക്കില്ല. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതിനിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കുള്ള 2020 പിന്തുണ ആയുധമാക്കി CPIM രംഗത്തെത്തി. കോൺഗ്രസാണ് ആ കാര്യത്തിൽ നയം വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വടവുകോട് പുത്തൻകുരിശ് NDA മുന്നണിയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. ഇന്നലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് കോൺഗ്രസ്സാണ്. എന്നാൽ ഭരണം തുടരുമെന്നും 2020യുടെ പിന്തുണ സ്വീകരിക്കാമെന്നത് പാർട്ടി തീരുമാനമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റെജി തോമസ് 24നോട്. ഇവരുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാവുന്നത് CPM-ഉം BJPയും SDPI ഒഴിച്ചുള്ള ഏത് കക്ഷികളെ ഇങ്ങോട്ടും CPIയുടെ വരെയും പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. അന്നെടുത്ത നിലപാടിനോട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതേസമയം 2020 വിട്ടുവരുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസും CPIയും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ തീപ്പാറുമെന്നുറപ്പ്. 24 കൊച്ചി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ വിമർശനം ശക്തമാക്കി കോൺഗ്രസ്. പരാമർശങ്ങൾ പിൻവലിച്ച് KB ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഗണേഷ് കുമാർ ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫും പ്രതികരിച്ചു. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. മന്ത്രി ഗണേഷ് കുമാർ ഓലപ്പാമ്പ് കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ നോക്കണ്ട. വിവാദമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഗണേഷ് കുമാറിനെ പോലെ ഒരു ആള് ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ധ്വനി ഒട്ട് ശരിയല്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ എന്തൊക്കെ വിളിച്ചു പറയും. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. മടി പൊതിയുള്ള വഴി പേടിച്ചാൽ മതി. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ദീപകിന്റെ മരണത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ല. ജനരോഷം കണക്കിലെടുത്താണ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചത്. ഷിംജിതയുടെ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. കസ്റ്റഡി കാലയളവിൽ തെളിവെടുപ്പടക്കം നടത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ജനരോഷമാണ് വലിയ വെല്ലുവിളി. കസ്റ്റഡിയിൽ കിട്ടിയാൽ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അതീവ രഹസ്യമായാകും തെളിവെടുപ്പ്. ഷിംജിതയുടെ ഫോണിലെ വിവരങ്ങളും പോലീസ് കാര്യമായി പരിശോധിക്കുന്നുണ്ട്. നിലവിലത്തെ പോലീസ് അന്വേഷണത്തിൽ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നുവെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. ഇതിൽ 7ലും എഡിറ്റിംഗ് നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ചിത്രീകരിച്ച വീഡിയോകളിൽ എഡിറ്റിംഗും നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ശാസ്ത്രീയമായ പരിശോധനാ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം ബസ്സിൽ വെച്ച അതിക്രമം നടന്നുവെന്ന ഷിംജിതയുടെ പരാതിയിലും പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പയ്യന്നൂരിൽ ഷിംജിതയും ദീപക്കും യാത്ര ചെയ്ത അല്ലമീൻ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും. 24 കോഴിക്കോട്. വീണ്ടും വാർത്തകളിലേക്ക്. ദീദി ദാമോദരനും എച്ചുമിക്കുട്ടിയും ചേർന്നെഴുതിയ MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ MT വാസുദേവൻ നായരുടെ കുടുംബം. പുസ്തകത്തിൽ MTയെക്കുറിച്ചും പ്രമീള നായരെക്കുറിച്ചും എഴുതിയത് അർത്ഥസത്യവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങൾ എന്നാണ് ആരോപണം. പുസ്തകം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കുടുംബം അറിയിച്ചു. ദീദി ദാമോദരനും എച്ചുമിക്കുട്ടിയും എഴുതിയ
MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിനെതിരെയാണ് MT വാസുദേവൻ നായരുടെ മക്കൾ രംഗത്തു വന്നത്. MTയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുമായി ബന്ധപ്പെട്ടാണ് പുസ്തകം. പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതവുമാണ്. പുസ്തകം പിതാവിനെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് മക്കളായ സിതാരയും അശ്വതി നായരും. പല പരാമർശങ്ങളും പിന്നെ കുറേ അലിഗേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ അച്ഛനെതിരെ വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് മക്കളെന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് അനിവാര്യമാണെന്ന് തോന്നി. പുസ്തകം പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. 24 കോഴിക്കോട്. ഇനി പോലീസ് ഡയറിയിൽ സുഹൈൽ മുഹമ്മദ്. നമസ്കാരം.